ഒരുമിച്ചായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവന്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. I praise and thank God for giving us an opportunity to be in His പല presence. സാക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് പറയാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ 7 വർഷക്കാലം അടിയനെയും എൻ്റെ കുടുംബത്തെയും ദൈവം പരിപാലിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. I wanted to give the testimony, but I thought when I'm coming up, I ദൈവം would നടത്തിയ say, എല്ലാ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for all the ways that He has led us. നമുക്ക് പെട്ടെന്ന് ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. Let's just turn to our attention to the Psalms that we read ഓൾറെഡി today. പാസ്റ്റർ നമ്മൾ ആ സങ്കീർത്തനം മുഴുവൻ വായിച്ചു. നമുക്ക് വായിക്കാനുള്ള സമയം വളരെ പരിമിതമാണ്. ആയതിനാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് പോയി ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Because of the time constraints, we'll just go to one part of the Psalms that we read. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നൽകപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി നന്ദി. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുണ്ടല്ലോ. മാനുഷികമായ ശബ്ദമല്ല, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തരും കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 14 വാക്യങ്ങളുള്ള ഈ 19-ാം സങ്കീർത്തനം ദൈവാസ്തിത്വത്തിൻ്റെ ഒരു 3 പ്രത്യക്ഷമായ ലക്ഷണങ്ങളെ കാണുവാൻ സാധിക്കുന്നു. The 14 verses that we read, it shows 3 signs that's coming. പ്രകൃതിയിലൂടെ ദൈവം സംസാരിക്കുന്നു. He's talking through the nature. ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. And God is talking through the word of God. മൂന്നാമത്തെ കാര്യം, മനുഷ്യന്റെ മനസ്സാക്ഷിയിലൂടെ ദൈവം ഇടപെടുന്നു. And He is delivering through the consciousness of man. ഇങ്ങനെ 3 ചിന്തകളാണ് ഈ 19-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഈ വചനം നമുക്ക് നൽകുന്നത്. And this is the 3 thoughts that's coming from the Psalms. ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്ന സമയത്ത് ദാവീദ് ആകാശവിധാനങ്ങളിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഗീതമായി അനുമാനിക്കാം നമുക്ക്. We think that this is a Psalms written by David when he was in the wilderness, being the shepherd of the sheep and worshiping God. ഈ സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം റോമാർ ലേഖനത്തിൽ 10:18 വായിക്കേണ്ട അതിന്റെ ഭാഗത്ത് പൗലോസ് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. And we can see that Paul has mentioned the same verse, verse 4 in Romans. ഒരിക്കൽ കൂടി പറയുന്നു, പ്രധാനമായും 3 ചിന്തകളാണ് 19-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ഇവിടെ പ്രതിപാദിക്കുന്നത്. And we know that there is 3 thoughts that's coming from this Psalms. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ പ്രകൃതി നൽകുന്ന സന്ദേശം. And the first is the message that the nature gives. അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് അടുത്ത സെക്ഷൻ പറയുന്നത്. And the next from 7 to 10 we can see what the wonders that God has done. അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രാഗൽഭ്യതയെ കുറിച്ചാണ്, മനുഷ്യന്റെ മനസ്സാക്ഷിയുടെ പ്രാഗൽഭ്യത്തെ കുറിച്ചാണ് പറയുന്നത്. And the last phase shows the consciousness of man. പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? What's the message that nature gives to you? ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's just go to verse 1. The heavens declare the glory of God, the skies proclaim the work of His hands. ഞാൻ പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്ന പ്രകൃതി എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. And when I say nature, I'm including the sky, the earth, the oceans. അതിലൊരു മേഖലയായ ആകാശത്തെക്കുറിച്ച് ഒന്ന് പ്രത്യേകമായി പ്രതിപാദിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നു. And we can see that the Psalm starts with mentioning about sky. ആകാശമെന്ന് മലയാളത്തിൽ ഏകവചനമായി പറയുന്നുവെങ്കിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമൊക്കെ അത് ആകാശങ്ങൾ എന്ന ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. And we can see in Malayalam we can see sky is mentioned as a singular one, but in other languages we can see sky in plural form. ഞാൻ പറഞ്ഞു വന്ന ആകാശത്തിൻ്റെ ആ ഒരു മനോഹരതയും അതുപോലെ അതിൻ്റെ ക്രമങ്ങളും ക്രമീകരണങ്ങളും എല്ലാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നമ്മളെ ഒന്ന് പിടിച്ചുലയ്ക്കുന്നതായ ചില വസ്തുതകൾ നമുക്ക് അതിൽ കാണുവാൻ കഴിയും. And a person who thinks a lot about the skies and the stars, we can see that the first verse it has a deep meaning in it. 50-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒരു അനുഗ്രഹീതമായ ഒരു ചിന്ത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. In Psalms 50 verse 6 it says, ഇപ്രകാരം പറയുന്നു, ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൽ ആകാശം അവന്റെ
നീതിയെ ഘോഷിക്കും. And the heavens proclaim his righteousness, for God himself is the judge. ഒന്ന് പറയുന്നു, ദൈവം എന്തായിരിക്കുന്നു? ആകാശ ന്യായാധിപതിയായിരിക്കുകയാണ്. And it says that God is the judge. അതുകൊണ്ട് അത് ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യുന്നു? ഘോഷിക്കുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. And it declares the righteousness of God. ഞാൻ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. I want to give you a quick example. നമ്മൾ പലരും ഫ്ലൈറ്റിൽ നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. Mostly everyone has flew in a പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയങ്ങളിലും we know when the time of the arrival and the time of departure. നമുക്കറിയാം അതൊന്ന് മുകളിലേക്കൊന്ന് പൊങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ആ ഭൂമിയിലേക്ക് നമ്മുടെ വിൻഡോ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ആ ഓരോ ബിൽഡിങ്ങിലും കത്തി നിൽക്കുന്ന ഒരു വെളിച്ചം നമുക്ക് കാണുവാനായിട്ട് കഴിയും. And when we are at a certain altitude, when we look, if we are at the window seat, if we look down, we can see the lights in the building. നമ്മളെ സംബന്ധിച്ച് അത് കാണുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു സീനാണ്. And we want to take that seat to see the sight that's coming. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിരിഞ്ഞ കൂട്ടത്തോടെ വളരെ അലങ്കാരമായി നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ ഇതിനെ ഉണ്ടാക്കിയതാരാണ്? Who is the person who created all this? അത് സ്വയമായി അത് ഉണ്ടായതാണോ? Is it something that created out of nothing? ആൻസർ സിമ്പിൾ ആണ്. അത് സ്വയമായി ഉണ്ടായതല്ല, മനുഷ്യൻ അതിനെ ക്രമീകരിച്ചതാണ്. And we know that man has made it so that it stays like that. അത് മനുഷ്യൻ തന്നെ തെളിയിച്ച വിവിധ സ്ഥലങ്ങളിൽ വിവിധ ബിൽഡിങ്ങുകളിൽ മനുഷ്യൻ തന്നെ തെളിയിച്ച ദീപങ്ങളാണ്. And we know that these are the lamps or the lights that the man has made or put up there. അപ്രകാരം മനുഷ്യന്റെ കരങ്ങളാൽ അല്ലെങ്കിൽ മനുഷ്യനാൽ നിർമ്മിതമായ ഒരു വസ്തുതയെ നമുക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷകരമായും അല്ലെങ്കിൽ നമുക്ക് വളരെ അമേസ് ചെയ്യിപ്പിക്കുന്നതുമായ ഒരു കാഴ്ചയാണെങ്കിൽ, and if this is the sight that amazes us when we look at something that the man has created, നാം കാണുന്ന ആകാശത്തിലെ പലവിധമായ കാര്യങ്ങൾ, and the things that we see in the sky, ക്രമീകരണങ്ങൾ, the intricate details, ദൈവം അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ, and the stars that's staying there, മോടിയോടെ വാനകത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ we can see all the beautiful things that's coming from that. അവൻ പ്രൈസ് ദി ലോർഡ് സൃഷ്ടിയുടെ ദൈവകരങ്ങൾ ഒന്ന് ആലോചിക്കുവാൻ കഴിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? And are we praising, are we worshiping God who created all this? നമ്മൾ അപ്രകാരം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. And how much do we have to worship when we see all this? സങ്കീർത്തനം 148ന്റെ 3-ാമത്തെ വാക്യവും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ. 5-ാമത്തെ വാക്യം, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. In Psalms 148:3 and 5 it says, praise him sun and moon, praise him all you shining stars, let them praise the name of the Lord, for he commanded and they were created. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ മെമ്പൽ കൊള്ളുകയാണ്. And all the creations that God has made is they want to worship God. ആമേൻ. പ്രൈസ്. നമുക്കറിയാം ഈ സൗരയൂഥങ്ങൾ, സോളാർ സിസ്റ്റം, സൗരയൂഥം, അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളെല്ലാം അവൻ പ്രൈസ് അതിന് ക്രമീകരിക്കപ്പെട്ട രീതിയിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് അവൻ പ്രൈസിലൂടെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And we know about the solar systems, the galaxies, everything works what God has told them to do. ഞാൻ വായിച്ച 19ന്റെ ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ 19:5 നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. And when we look at the verse 5, ആമേൻ. പ്രൈസ് ഒന്ന് വായിച്ചാട്ട് 19:5. ആമേൻ. പ്രൈസ്. ഇവിടെ ഒരു ആമേൻ പ്രൈസിലുള്ള ആമേൻ ആകാശത്തിലുള്ള ഒരു പ്രത്യേകമായ ആമേൻ ഒരു നക്ഷത്രത്തെ കുറിച്ച് പറയുന്നു, മറ്റൊന്നുമല്ല, അത് സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. And we can see this is one star that's been mentioned, which is the star. ഒരു കാവ്യ ഭാഷയിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. And it's in a metaphorical way it says that which is a son is like a bridegroom coming forth from his തന്റെ വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. Like a champion rejoicing to run his course. ഇവിടെ സൂര്യനെ കുറിച്ച് പറയുന്ന സൂര്യൻ വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. And we can see is the sun is like a champion rejoicing to run his course. ഇവിടെ സൂര്യൻ ഓടുന്നുണ്ട്, the sun is running, ഗ്രഹങ്ങളെല്ലാം ഓടുന്നുണ്ട്, all the planets are running, സൂര്യൻ എല്ലാ ഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് ഓടുന്നുണ്ട്, and sun is taking all the planets and moving around the galaxy. അതിന്റെ ഭാഗമായി നമുക്ക് ഹബക്കൂക്ക് പ്രവചനത്തിൽ 3:11 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ടല്ലോ, സൂര്യനും സൂര്യചന്ദ്രനും എല്ലാം എന്ത് ചെയ്യുന്നു? സ്വഗ്രഹത്തിൽ
നിൽക്കുന്നുവെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. And in Habakkuk chapter 3 we can see that the sun and the planets, they are staying where they should be. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് നാമത്തെ സ്തുതിക്കുകയാണ്. And they are all worshipping to God. 19-ാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ When we look at verse 2 and 3, അവിടെ പറയുന്നു, പകൽ പകലിന് രാത്രി പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. it says day after day they pour forth speech, night after night they display knowledge. ഒരു രാത്രി വരുന്നു, പകൽ വരുന്നു, വീണ്ടും രാത്രി വരുന്നു, വീണ്ടും പകൽ വരുന്നു. And the day comes and the night comes and it goes on like that. ആ ക്രമം അല്ലെങ്കിൽ ക്രമീകരണം എന്ന് പറയുന്നത് എല്ലാം അടുക്കും ചുറ്റിയോടും കൂടി നടന്നു പോകുന്ന ഒരു കാര്യമാണ്. And the order of which that they come and go, it's been created by someone. ഒരു ദിവസം പോലും നേരം വൈകാതെ ഇരിക്കുന്നില്ല. And there's not one day where they come late. ദൈവം സൃഷ്ടിച്ച അന്ന് മുതൽ ദൈവം ഏൽപ്പിച്ച ക്രമത്തിനും ക്രമീകരണത്തിനും അനുസൃതമായി പ്രകൃതി ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. From the day God created the nature, they follow the process, the order on which they have to go. അത് അപ്രകാരം ആ ക്രമീകരണവും അവൻ പ്രൈസ് ദി ലോർഡ് നമ്മളെ എന്ത് ചെയ്യാണ്, ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് നമ്മളോട് പ്രബോധിപ്പിക്കുകയാണ്. And the order and the procedure that they have, it is preaching something to us. പകൽ സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. The sun in the day gives us light. രാത്രിയാവുമ്പോൾ നമ്മുടെ ഭൂപ്രദേശത്തു നിന്ന് മാറിയത് മറ്റൊരു സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട് ഭൂമി അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് പ്രകാശം നൽകുന്നു. And when the night comes, we know that the sun goes to the other side of the earth. പകൽ മനുഷ്യൻ പണി ചെയ്യുന്നുണ്ട്, രാത്രി മനുഷ്യനെ വിശ്രമിക്കുവാനായി ദൈവം അനുവദിച്ചിരിക്കുന്നു. Man works on the day and then he rests on the night. നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ വളരെ ലോയ്ക്ക് അഗനസ്റ്റ് ആണ്, ഞാൻ ഉൾപ്പെടെ. കാരണം ഞാൻ പലപ്പോഴും നല്ല എന്നും ഞാൻ നൈറ്റ് ആണ് ചെയ്യുന്നത്. And we know that in here we go against that law and we sometimes work അപ്പോൾ at night. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ രാവും പകലും ഒരുക്കി അതിന്റെ ക്രമീകരണത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. And when God created man, they had the day and night order. ദൈവം സൂര്യനെ സൃഷ്ടിച്ചത് വാനകത്തിൽ പ്രകാശം നൽകുക എന്ന ഉദ്ദേശത്തിലാണ്. And the reason why God created sun is to shine light on the universe. എല്ലാ ഗ്രഹങ്ങളും അതിന്റെ ക്രമപ്രകാരം ഓടിക്കൊണ്ടിരിക്കുന്നു. And all the planets are going according to their plot. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു പെർഫെക്ഷനെയാണ് കാണിക്കുന്നത്. And all those things show the perfection of the creation. ദൈവത്തിന് മഹത്വം. Praise God. അതിന്റെ 19-ാമത്തെ വാക്യം 4-5 വാക്യങ്ങൾ നമുക്ക് 19-ന് 4-5 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. Let's just read 4 and 5 again. ആ ആ ആ അവിടെ സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം, വീരനെ പോലെ തന്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. 3 കാര്യങ്ങൾ സൂര്യനെ കുറിച്ച് ഒരു കാവ്യഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന്, കൂടാരവാസി. In these two verses, in 3 separate metaphorical way, he's explaining the sun. 2, മണവാളൻ, വീരൻ എന്നീ പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And it shows like he has pitched a tent for the sun, and it is like a bridegroom coming forth from his pavilion and a champion. സൂര്യൻ മണവാളൻ എന്ന് ഉദ്ദേശിക്കാൻ സൂര്യൻ കല്യാണം കഴിക്കാൻ പോകുന്നൊന്നുമില്ല. It's in a poetic way, it says that the sun is like a bridegroom. എന്നാൽ ഇവിടെ പറയുന്ന ഒരു ഭാഗത്തിൽ പറയുന്ന ഇതാണ്, ലോകത്തിലെ പല കവികൾക്കും ചിത്രകാരന്മാർക്കും ഒക്കെ സൂര്യൻ എന്ന് പറയുന്നത് ഒരു അവർക്കൊരു അലങ്കാരമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു വസ്തുത തന്നെയാണ്. And we know that the poets and the story writers, we know that they use sun to express and to express their poetic words. ഇതിനെ ആസ്പദമാക്കി പല ചിത്രീകരണങ്ങളും കവിതകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുമുണ്ട്. And we know that because of this creation there has been a lot of artworks being എന്നാൽ created. ദൈവവചനം പറയുന്നു സൂര്യനെ ഇവിടെ മണവാളിന് തുല്യമായി ഉപമിച്ചിരിക്കുകയാണ്. But in here in the Bible it says that sun is like a bridegroom. എന്താണ് ആ മണവാളിന്റെ പ്രത്യേകത? What is the benefit, like the quality of this അവൻ bridegroom? എപ്പോഴും തന്നെ തികഞ്ഞ ഊർജ്ജസ്വലനായിരിക്കുകയാണ്. And he is always rejoicing. ഒരുങ്ങി മുഖശോഭയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ, And he is like blasting out the light in him. രാവിലെ ചുവന്ന് തൊടുത്ത് അവൻ പ്രൈസ് ദി ലോർഡ് എന്താ പറയുക ഉദിച്ചു വരികയും, And he comes out in the rises up. എന്നാൽ രാത്രിയിൽ അതേ ശോഭയോടുകൂടി തന്നെ അസ്തമിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. And with the same light he sets as well.
രാവിലെ മുതൽ വൈകിട്ട് വരെ വളരെ ജ്വലിച്ചു നിൽക്കുന്നുവെങ്കിലും സൂര്യൻ ക്ഷീണിക്കുന്നില്ല. And from the dusk to dawn, we know that the sun doesn't get tired. നമ്മളെ സംബന്ധിച്ചറിയാം, നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ടൊക്കെ പോകും. പോയിട്ട് വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ആരും പ്രത്യേകം പറയേണ്ടതില്ല. And when we know that we in our lives we know that when in the morning we have the energy to go to the work, and by the എന്നാൽ time we come back ഇവിടുത്തെ we are ഇതിൽ tired. പറയുന്നു, വചനം പറയുന്നു, സൂര്യൻ അവൻ വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. And but in here it says the sun is like a champion rejoicing to run his course. നമ്മുടെ രാത്രി സമയങ്ങൾ അതൊരു മറ്റൊരു ഭൂപ്രദേശത്തേക്ക് മാറുന്നു. And when it is night in here, it is on the other side of the earth. അവിടെയും അത് വെളിച്ചം നൽകുകയാണ്. And it is giving light to that side of the earth. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് വീണ്ടും നമ്മളായിരിക്കുന്ന ഭൂപ്രദേശത്തിലേക്ക് വരികയും വീണ്ടും അതേ ശോഭയോടുകൂടി തന്നെ അത് പ്രകാശിക്കുകയും ചെയ്യുന്നു. After a few hours, it comes again to our side of the earth. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അത് വീരനെ പോലെ തന്റെ ഓട്ടം ഓടുന്നു. And what I meant to say was he is rejoicing and ഒരു it's like a champion who runs കൂടാരവാസിയെ his course. പോലെ രാത്രിയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നു. And in like a pitched tent, he goes away at night. എങ്കിലും അടുത്ത ദിവസം രാവിലെ ഒരു മണവാളിനെ പോലെ ഊർജ്ജസ്വലനായി ഉദിച്ചു വരുന്നു. And we know that like a bridegroom, he comes up every morning. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യവും 17-18 വാക്യങ്ങൾ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ, പ്രൈസ്. സൂര്യചന്ദ്രന്മാരുടെ സൃഷ്ടി വിവരണം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിക്കാം. ആ ഓക്കെ. പകലും രാവും ഉണ്ടാവാൻ ദൈവം സൂര്യനെ നിർത്തി. And we know that God created and put sun there because there should ഇവിടെ be a difference പറയുന്നു, between day വർഷം and night. ഉണ്ടാവുവാൻ മാസം ഉണ്ടാവുവാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. And for months and for the year to calculate it, the sun is created. ഇതിനെല്ലാം സൂര്യനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഹേതുവായിട്ടാണ് ആമേൻ ഇതെല്ലാം സംഭവിക്കുവാനാണ് ദൈവം ഇപ്രകാരം ഒരു സൃഷ്ടി നടത്തിയത്. And God created sun because we have to calculate the days and the weeks. സൃഷ്ടിയിൽ ദൈവം നിയമിച്ച ക്രമീകരണം. And this is something that he had put in order. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കും? And when we look up to the skies, how can we not worship him? യെരമ്യാ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്കൊരു വാക്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. യെരമ്യാ 31:35. Jeremiah 31:35 it says. പെട്ടെന്നൊന്ന് വായിക്കാം. ആ ആ ആ ആ ആ ആമേൻ, പ്രൈസ് ദി ലോർഡ്. 33:20 കൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 33:20 പെട്ടെന്ന് വായിക്കാം, സമയം പോകുന്നു. ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. If it says, this is what the Lord says, if you can break my covenant with the day and the covenant with the night, so that day and night no longer come to their appointed time. പറയുന്നു, കഴിയുമെങ്കിൽ. കഴിയുമോ? If you can you? കഴിയത്തില്ല. We can't. നാളെ സൂര്യൻ ഉദിക്കരുത് അസ്തമിക്കരുത് എന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഒരു അല്ലെങ്കിൽ ഒരു തലവനോ പറഞ്ഞാൽ അതൊരിക്കലും പ്രൈസ് ദി ലോർഡ് അതിനെ അനുസരിക്കുന്നില്ല. Can any of the officials of any nations, can they say that the sun and the moon to stand there? കാരണം ഇത് ദൈവം വെച്ച ഒരു വ്യവസ്ഥയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. Because they can't do it because God has created to have their own purpose. പ്രൈസ് ഈ പ്രകൃതിക്ക് നമ്മൾ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വചനം പറയുന്നു, അതിന് ശബ്ദം നടക്കുന്നില്ല, അതിന്റെ ഭാഷണങ്ങളൊന്നും കേൾക്കാനില്ല. And we know that like the God created, they can't hear the voices. എങ്കിലും പ്രകൃതി എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. But still the nature worships God. അതും സന്ദേശങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. And they are preaching to us. ആ സൃഷ്ടിയിലൂടെ നമ്മളോട് ഓരോ ദിവസവും അതിന്റെ ക്രമീകരണങ്ങളും കൊണ്ട് നമ്മളോട് പ്രൈസ് ദൈവ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. And in each day they are sending a message to us, showing the wonders that God has done. ഇവിടെ പറയുന്നു, പ്രൈസ് വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾക്കാനുമില്ല, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. And there is nothing to be said, but the night after night they display the knowledge. നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. We don't hear it. എന്നാൽ ദൈവം വെച്ച ക്രമവും ക്രമീകരണങ്ങൾക്കും അനുസൃതമായി പ്രൈസ് രാവും പകലും പ്രകൃതിയുടെ ഋതുഭയങ്ങളെല്ലാം
ദൈവവ്യവസ്ഥ പ്രകാരം തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. But we know that the procedures and the order that God has put to the sun and the moon and the day and the night, it goes on like that. റോമർ 1-ാം എന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. Romans chapter 1, 19 and 20 it says. ഒന്ന് പെട്ടെന്ന് വായിക്കാം. ആ ആ ആ ആ ആ ആ മതി. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിതാവിന്റെ സൃഷ്ടി വൈഭവത്തെ എന്ത് ചെയ്യുക, വിളംബരം ചെയ്യുന്നതാണ്. And all says about the wonders and the creation that God done. റോമർ പറഞ്ഞ പ്രകാരം മനുഷ്യന് മറുതലിച്ച് ഒരു കാര്യം പറയുവാനുള്ള ഒരു വിടവും ദൈവം കൊടുത്തിട്ടില്ല. And in Romans chapter 1 it says that there is nothing that the man can say against God in ഇവിടെ his പറയുന്ന creation. പ്രകാരം ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വമായ ലക്ഷണങ്ങളാണ് നാം ഈ ദൈവ സൃഷ്ടിയിൽ കാണുവാൻ കഴിയുന്നത്. And in the creation we can see the divinity and the spirituality of God. ഒരു സന്ദർഭോചിതമായി ഒരു വാക്കും കൂടെ വായിച്ച് നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പെട്ടെന്ന്. Psalms chapter 8 verse 3. ആമേൻ. പ്രൈസ് ഇവിടെ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ ആമേൻ പ്രൈസ് എന്താണ് മനുഷ്യൻ ആമേൻ പ്രൈസ് എന്ത് എന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരനായ ഒരു വ്യക്തി. And the God who created everything, all the things in the nature, he looks at the man and says, how is that a big person? നമ്മൾ ഈ കാണുന്ന സൗരയൂഥങ്ങളും സൂര്യഗോളത്തെയും എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം ആമേൻ പ്രൈസ് അതിന്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെക്കുമ്പോൾ അവസാനം സങ്കീർത്തനക്കാരൻ പറയുന്നു മനുഷ്യനെ നോക്കുമ്പോൾ അവൻ എന്താ. And the person, the God who created the solar system, the galaxies, and he looks at the man and he says, who is he? ഇത്രയും വലിയവനാകുന്ന മഹാനായ ഒരു ദൈവം ആമേൻ പ്രൈസ് ഇത്രയും വലിയ സൃഷ്ടികളെ സൃഷ്ടിച്ചവനാകുന്ന ദൈവം ആമേൻ പ്രൈസ് ലോ നമ്മളെ കുറിച്ച് വിചാരിച്ചാൽ ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഒന്നുമില്ല. എങ്കിലും അനിത്യ സ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചു. And the God who created all this, when he looks at the man, and even though the man is so little, he comes to us and hears our voice because of the eternal love. കേവലം ശ്വാസം മാത്രമാകുന്ന നാം, We are just a breath of life in us, ചാഞ്ഞു പോകുന്ന നിഴലായിരിക്കുന്ന നാം, and the shadow that goes behind ഒരു us. ആവി പോലായിരിക്കുന്ന നാം, And we are just like a smoke, തികച്ചും ബലഹീനരായിരിക്കുന്ന നാം, and even we are weak, കുറച്ചു കാലം മാത്രം ജീവിക്കുവാൻ ആയുസ്സുള്ളവരാകുന്ന നാം. and we are only being given the purpose to live a few എന്നാൽ ആമേൻ years. പ്രൈസ് ലോ മനുഷ്യന് വേണ്ടി ദൈവം തന്റെ ആമേൻ ഹല്ലേലൂയ ജീവനെ നൽകി ആമേൻ പ്രൈസ് നമ്മളെ സ്നേഹിച്ചു. But to this man God gave his son to die for them. പെട്ടെന്ന് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നു. 10-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഇപ്രകാരം പറയുന്നു. And the second phase of Psalms 19, അവിടെ പറയുന്ന it says, തിരുവചനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ്. and it says about the word of God. കുറച്ച് സ്വഭാവ വിശേഷങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ We കഴിയുന്നുണ്ട്. can see a few qualities there. ആമേൻ പ്രൈസ് ലോർഡിന്റെ നമുക്ക് വായിക്കാം. ആമേൻ പ്രൈസ് ലോർഡ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ഈ സ്വഭാവ തിരുവചനത്തിന്റെ വിശേഷത വിവരിച്ചിരിക്കുന്നത്. And from verse 7 till 11 it shows the wonders of the word of God. പെട്ടെന്ന് പറഞ്ഞു പോകുക. 6 സവിശേഷതകളാണ് ഈ തിരുവചനത്തെ കുറിച്ച് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And it shows 6 qualities in there. അവിടെ പറയുന്നു ദൈവവചനം The word of God, ദൈവവചനത്തിന്റെ സ്വഭാവം, and the qualities, the character that it has, അടുത്തത് പറയും ദൈവവചനത്തിന്റെ പ്രതിഫലനം. and with the benefits ഇത് that's coming മൂന്നും from കൂടി there. യോജിപ്പിച്ച് സമന്വയിപ്പിച്ചാണ് ആ 7 മുതലുള്ള 10 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And these 3 aspects has been combined together for ഇവിടെ these verses. ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില നാമങ്ങളുണ്ട്. അവിടെ പറയുന്നു യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ സാക്ഷ്യം, യഹോവയുടെ ആജ്ഞകൾ, യഹോവയുടെ കൽപ്പനകൾ, യഹോവ ഭക്തി, യഹോവയുടെ വിധികൾ. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And 6 things that's been said, the law of the Lord, the Lord's testimony, and so on. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ അതിന്റെ സ്വഭാവ വിശേഷങ്ങളും പറയുന്നുണ്ട്. And it shows the characters as well. അവിടെ പറയുന്നു വചനം തികവുള്ളതാണ്. And it says the law of the Lord is perfect. വചനം വിശ്വാസ്യമാണ്. And it can be trustworthy. വചനം നേരുള്ളതാണ്. And it is straight. അത് നിർമ്മലമായതാണ്. And it is simple. എന്നേക്കും നിലനിൽക്കുന്നതാണ്. And it stays forever. അത് സത്യമായതാണ്. And it has the truth in it. നീതിയുള്ളതാണ്. And it has the righteousness in it. തേനിലും തേൻകട്ടേക്കാൾ മധുരമുള്ളതാണ്. Even the gold and the honey and the comb, it's sweeter than that. അതോട് ചേർന്ന് തന്നെ അതിന്റെ ഫലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. And it shows the benefits of
അവിടെ that. പറയുന്നു വചനം ആമേൻ പ്രൈസ് ദി ലോർഡ് മനുഷ്യന്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. And the word of God comforts the soul of a person. തണുപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. And it changes a man. ആമേൻ പ്രൈസ് ദി ലോർഡ്. സൂര്യന്റെ പ്രകാശം ആമേൻ ഹല്ലേലൂയ ആമേൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ചില രൂപങ്ങൾ ഉണ്ടാകുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അവനിൽ പല രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നു. And when the light of the sun comes into the earth, we can see the shapes coming up. Like the word of God, when it shines to a person, it can change a ഒരു person. വാക്യം കൂടെ ഇവിടെ പറയുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവവചനം. And we can see that the small, like the person who is dumb can get clever. അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. And it rejoices the heart of a അത് person. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. And the eyes will get brighter. എന്നേക്കും നിലനിൽക്കുന്നതാണ്. And it will stay forever. പൊന്നിലും തങ്കത്തെക്കാളും ആഗ്രഹിക്കത്തക്കവയാണ്. And it's much more precious than the gold that we have. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ദൈവവചനം നിർവീര്യമായ ഒന്നല്ല. അതെപ്പോഴും ആമേൻ പ്രൈസ് ദി ലോർഡ് സജ്ജമായി നിൽക്കുന്ന, പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. And we can see that the word of God is not temporary or weak. We can see that it is strong and it is eternal. മനുഷ്യന്റെ സമസ്ത മേഖലകളിലും തുളച്ചു ചെന്ന് പ്രവൃത്തി ചെയ്യുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. And we can see that the word of God can go through any problems that we have and can solve them. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. And we can know that that's the strength of the word of ആമേൻ. God. ദൈവവചനത്തിന്റെ ചില സവിശേഷതകൾ നമ്മൾ ഇവിടെ കണ്ടു. We saw the qualities of the word of നമുക്കെല്ലാം God. പറയുവാൻ കഴിയുന്നില്ലെങ്കിലും അതിന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. I just wanted to say two things and quickly go. അതിന്റെ 7ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. And it says in verse 7, it says that the statutes of the Lord are trustworthy, making wise the simple. ചുരുക്കം പറഞ്ഞാൽ എത്ര സാധാരണക്കാരനെയും ഈ വചനം അകത്തു ചെന്നാൽ അല്ലെങ്കിൽ ഈ വചനം അവനെ ജ്ഞാനിയാക്കുവാൻ കഴിവുള്ളതാണ്. And we can see that even the simplest, the layman, can get the word of God and become a wise person. മനുഷ്യനെ മഹാജ്ഞാനിയാക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ തിരുവചനം. And the man can get into being a wise അതാണ് person. ഈ പരിശുദ്ധമായ വചനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത And എന്നത്. this is the most important quality that the word of God has. ശലോമോൻ ഇപ്രകാരം പറയുന്നുണ്ട്, King Solomon says, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുന്നത് കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ജ്ഞാനമേറിയവനാകുന്നു. because I walk by the word of God, I am wiser than my teachers. നമുക്കറിയാം ശലോമോൻ ഒരിക്കൽ ദൈവത്തോട് ജ്ഞാനത്തിനായി അപേക്ഷിച്ചു. And we know that King Solomon has cried to God to get wisdom. ദൈവം അവന് ജ്ഞാനം നൽകി. And God gave him wisdom. ശലോമോനെ പോലെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ജ്ഞാനി ഭൂലോകത്തിൽ ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. And the word of God says that there's no person who have more wisdom than King Solomon. തെക്കേ രാജ്യത്തെ ശേബാ രാജ്ഞിയൊക്കെ പോലും ശലോമോന്റെ ജ്ഞാനം കേൾപ്പാനായി വളരെ വിദൂരത്തു നിന്ന് വന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. And we can see that there's been a lot of people coming to see what King Solomon says, and even King Sheba came to see him. അവൻ ശലോമോൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അവൻ പ്രൈസ് ദി ലോർഡിനെ മഹാജ്ഞാനിയാക്കി തീർത്തു. And when King Solomon asked God, and he became a wise person. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനം. And even a dumb person can become a ഇതിന്റെ wise ഭാഗമായി person. ഞാൻ ഒരു ആമേൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു രണ്ട് വ്യക്തികളെ കാണിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. We'll just close this session by looking into two persons from Old Testament. സമാഗമന കൂടാരത്തിന്റെ പണിയുന്ന സമയത്ത് മോശയ്ക്ക് സഹായിയായി ദൈവം നൽകിയ രണ്ട് വ്യക്തികളാണ്, ഒരാൾ ഒഹലിയാബും മറ്റേയാൾ ബെസലേലും. And we can see that when Moses was building the tabernacle, there's two people. They were Bezalel and Oholiab. ഇന്നത്തെ ബെസലേലിനെ കുറിച്ച് ഒരു ചെറിയൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. I just want to say one thing about Bezalel. ഇവിടെ ദൈവം തന്നെ അവൻ ബെസലേലിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഇപ്രകാരം അത് പറയുന്നു. പുറപ്പാട് പുസ്തകം 31 അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ഊരിയുടെ മകനായ ബെസലേലിനെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. And we can see that God is saying a testimony about Bezalel in Exodus chapter 31, that saying that I've called Bezalel. ഊരിയുടെ മകനായ ബെസലേൽ. And it says about, see, I have chosen Bezalel, son of Uri, son of the Hur. ഇവിടെ ഒരു ചരിത്രം പെട്ടെന്ന് പറയേണ്ടതുണ്ട്. And there's a history that's needs മോശ to be said. ഒരിക്കൽ അമേലിക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ അവൻ പ്രൈസ് കുന്നിന് മുകളിൽ കയറി. And on the the battle of the Amalek, Moses went to a mountain. നമുക്കറിയാം അവൻ ആ സാഹചര്യം സന്ദർഭങ്ങളെല്ലാം നമുക്കറിയാം. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേലിന് വിജയവും
താൻ ഇരിക്കുമ്പോൾ അമലേക്കർക്ക് വിജയവും ഉണ്ടാകുന്നതുമായ ഒരു സാഹചര്യം. We know the situation where Moses has to raise his hands. When his hands are raised, they are winning, and when it's down, they are losing. നമുക്കറിയാം മോശയുടെ കൈ ഉയർന്നിരുന്നു. And we know that Moses' hand എന്നാൽ was raised. വൃദ്ധനായ അദ്ദേഹത്തിന്റെ കൈ ചില സമയങ്ങളിൽ അവൻ വളരെ വേദനയുണ്ടായി, ചില സമയങ്ങളിൽ താഴേക്ക് അവൻ ഹല്ലേലൂയ ഇടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. And we know that because he was old, he had pain in his arm and he had to come down a bit. അപ്പോൾ കാണുവാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇസ്രായേൽ പട്ടുപോവുകയും അമേലിക്കർ അവൻ അടിച്ചു കയറുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമാണ് അവിടെ കണ്ടത്. And we could see that when his hands were lower, we could see the Amalekites were winning against കൈ Israel. ഉയർത്താനും കഴിയത്തില്ല, കൈ താഴ്ത്താനും കഴിയത്തില്ല. And he couldn't rise it and he couldn't keep it down. ഞരങ്ങുന്ന മോശയെ കണ്ട് രണ്ട് ദൈവപുരുഷന്മാർ ഒരു സഹായത്തിനായി വന്നു. അതിൽ ഒരാളാണ് അഹരോനും മറ്റേത് ഹൂരും. And we can see when Moses was struggling, there was two persons who came to help him. നമുക്കറിയാം അവർ ചെയ്തതായ കാര്യം, രണ്ട് കല്ലെടുത്ത് ആ കൈക്ക് എന്ത് ചെയ്തു, ഒരു സപ്പോർട്ടായിട്ട് വെച്ചു കൊടുത്തു. And what they did was they put two stones in beside him and put the hands in there. അവൻ പ്രൈസ് ദി ലോർഡ് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. We know what happened when they gave the support to him. അവൻ പ്രൈസ് ഇവിടെ അപ്രകാരം ദൈവം അഹരോനും തന്റെ പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് തലമുറയായി തിരഞ്ഞെടുത്തു എന്നാണ് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And we can see that God later has anointed Aaron and his sons to be the priests in the അഹരോന്റെ temple. രണ്ടും ആൺമക്കളായ അവൻ പ്രൈസ് നാദാബും അബീഹുവും അവൻ തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ദൈവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ദൈവം അഗ്നി അയച്ച് അവരെ കരിച്ചു കളഞ്ഞുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. And we can see that the two sons of Aaron, when they brought something into the church which was not supposed to, we can see God sending them fire and burning them. പക്ഷേ ആ രണ്ടുപേരെയും ദൈവം അവൻ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിലും ആ ഗോത്രത്തിൽ ആ രണ്ടുപേരുടെ വിടവ് നികത്തുവാൻ ദൈവം ഒരു ഗോത്രത്തിൽ നിന്നും വേറെ ആരെയും തിരഞ്ഞെടുത്തില്ല. But we can see that when God destroyed those two people, God didn't appointed anyone from other tribe to be ദൈവം there. പറഞ്ഞൊരു വാക്കാണ്, God said one thing, തലമുറയായി ദൈവം അവരെ പൗരോഹിത്യത്തിൽ നിയമിച്ചു. and God appointed them for generations to come to be അതിനകത്ത് a പറയുന്നു priesthood. ഹൂരും അവനെ താങ്ങിയതാണ്, മോശയെ താങ്ങിയതാണ്. And Hur also supported Moses. എന്നാൽ അതിന്റെ അവൻ പ്രത്യക്ഷമായ രീതിയിൽ പെട്ടെന്ന് ഹൂരിന് ചില നന്മകളൊന്നും ഉണ്ടായില്ലെങ്കിൽ അവന്റെ തലമുറയെ, നെക്സ്റ്റ് ജനറേഷനെ ദൈവം അനുഗ്രഹിച്ചു. But even though we can't see anything immediate blessing to Hur, we can see his generation has been blessed ഹൂരിന്റെ later. മകനായ ഊരിയുടെ മകനായ ബസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം And it പറയുന്നത്. says Bezalel, who is the granddaughter of Hur. അവിടെ പേർ ചൊല്ലി son of Hur. വിളിക്കുക മാത്രമല്ല, വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇതാണ്, ജ്ഞാനാത്മാവിനാൽ ദൈവം അവനെ നിറച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. And it says that he didn't even chose him by calling by his name, he has filled him with the wisdom. ദൈവം അവനെ ഒരു അവൻ പ്രൈസലോട് ഒരു അവൻ അതിൽ പ്രത്യേകമായ ചില സവിശേഷതകൾ, ചില ജ്ഞാനിയാക്കി ദൈവം അവനെ അവിടെ മാറ്റി. And he received the wisdom from God and has been a quality for his life. 31-ന്റെ 3, 4, 5 വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണുവാൻ And കഴിയുന്നുണ്ട്. we can see that in Exodus പല 31, 3 കാര്യങ്ങൾ 4, അവനെ 5. ബഹു അവൻ പ്രൈസൽപരം പറയുന്നു ബഹു അവൻ ഒരു അവൻ പ്രതിഭാശാലിയാക്കി മാറ്റി. And we can see that he has been a wise person in those lands. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, മരത്തിൽ കൊത്തുപണി ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേകമായ കഴിവ്, And he has got the ability to cut in the stones. കരകൗശലത്തിനുള്ള ഒരു പ്രത്യേകമായ ഒരു ബുദ്ധി ദൈവം അവന് നൽകി. And he's given the brains to work art in the stones. താമരത്തിലും ലോകത്തിലും മറ്റ് അവൻ ഹല്ലേലൂയ കാര്യങ്ങളും കൊത്തുപണി ചെയ്യുവാനുള്ള കഴിവ് ദൈവം അവന് നൽകി. And he gave the ability to do cutting in the golds and the bronze. വിശേഷപ്പെട്ട തൈലം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ദൈവം അവന് നൽകി. And God gave him the ability to make perfumes. പുരോഹിതന്റെ വിശേഷ വസ്ത്രം നെയ്തു കൊടുക്കുവാനുള്ള സിദ്ധി ദൈവം ബസലേലിന് കൊടുത്തു. And he got the ability to design the dresses for the priests. ദൈവം അവനെ ആത്മാവിനാൽ നിറച്ചു. And God filled him with the power of അല്പബുദ്ധിയെ wisdom. ജ്ഞാനിയാക്കുന്ന ദൈവവും ദൈവത്തിന്റെ വചനവും. And the word of God who creates wise people. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, Brothers and sisters who are hearing me നിനക്ക് today, പഠിച്ചുയരുവാൻ കഴിയുന്നില്ലെങ്കിൽ, if you are not able to study നിന്റെ hard, ജീവിതത്തിൽ എവിടെങ്കിലും തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, if you have a phase in your life where everything is against you, നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഒരു ഭാരമായി അവൻ പ്രൈസിൽ ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, if there is a place where you have to stand aside because of the problems that ഇന്ന് you have, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തോടൊന്ന് ചോദിക്കുവാൻ നമുക്ക് കഴിയുമോ? the word of God teaches us one thing today, that can you ask God? അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവം, And God who can make a wise person, കർത്താവ് നിങ്ങളുടെ ദുർഗതികളെ മാറ്റും. and the God can move the troubled way in front of you. കർത്താവ് നിങ്ങളുടെ ശാപങ്ങളെ മാറ്റിക്കളയും. God can take over the curses from you. ഒരു പുത്തൻ അധ്യായം നിങ്ങളുടെ
ജീവിതത്തിൽ നൽകി തരുവാൻ ദൈവം ശക്തനാണ്. And God is powerful to create a new chapter in your life. യഹോവയുടെ വചനം അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. And the word of God will create a sight to the eyes. യഹോവയുടെ വചനം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കും. And when we read the Bible, our eyes will be open. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:18 പ്രകാരം പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണേണ്ടത് നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. In Psalms 119 we can see you have to open your eyes to see the wonders of the word of അവൻ God. പ്രൈസ് ദി ലോർഡ് ശമൂവേൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നു, യുദ്ധവേളയിൽ ജോനാഥാൻ ചെയ്ത ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And in 1 Samuel we can see what Jonathan did. അവന്റെ വടിയുടെ അഗ്രം കൊണ്ട് ഒരു അവൻ പ്രൈസ് ദി ലോർഡ് തേൻ അടകയിലേക്ക് കുത്തി. And we can see he put the stick in her അതിൽ honey. നിന്ന് ഒറ്റു വീണ തേൻ അല്പം അവൻ ആസ്വദിച്ചു. And he got the honey from the honeycomb. അവിടെ പറയുന്നു അവന്റെ കണ്ണ് തെളിഞ്ഞുവെന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. And we can see that his eyes were shining. തേൻ കഴിച്ചപ്പോൾ ജോനാഥാന്റെ കണ്ണുകൾ തെളിഞ്ഞു. And we can see that the eyes were clear when he had the ഇവിടെ honey. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ The basis of the Bible, അവൻ പ്രൈസ് ദി ലോർഡ് തേനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ളതാകുന്ന ദൈവത്തിന്റെ വചനം. we have a Bible which has more sweeter than the honey and the honeycomb. നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ആ തേൻ ആകുന്ന വചനം. And the word of God can put brighter, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. and we can be wise person. അവൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് പറയുന്നു തേനേക്കാൾ തേൻ കട്ടിയേക്കാൾ അതിനേക്കാൾ. It says that it's sweeter than honey and the honeycomb. അവൻ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പദം. And this is much more sweeter. അവൻ പ്രൈസ് ദി ലോർഡ് 10:10 നമുക്ക് വായിക്കുന്നു, തേൻകട്ടിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നത് പോലെ. It says that than the honey from the comb. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവന്റെ വായെ മധുരിപ്പിക്കുന്ന, And the word of God which comes out sweeter. നമ്മുടെ അണ്ണാക്കിന് മധുരം നൽകുന്ന, The thing which is sweeter in our നമ്മുടെ tongues, പ്രാണന് നവോന്മേഷം നൽകുന്ന the one which rejoices our soul. ഒരു വചനം, ആ വചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. It's that word of God that we have to eat. അത് ആസ്വദിക്കുവാൻ നമുക്ക് എന്തെങ്കിലും കഴിയുന്നുണ്ടോ? Can we enjoy eating the word of God? ആസ്വദിക്കാനുള്ള കൃപ ദൈവം നമുക്കായി നൽകട്ടെ. May God give us a grace to do that. അമേൻ. അവസാനമായി പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രാഗൽഭ്യത്തെ കുറിച്ചാണ്. And the last thing that it says about the consciousness. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്രകാരം പറയുന്നു, അമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പെട്ടെന്ന് ആ ഭാഗം ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 2 മിനിറ്റും കൂടി. പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തരുത്. And the sin shouldn't come over us. ജനസിസ് 4:7 വാക്യത്തിൽ കായിനോട് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്, In Genesis 4 we can see something that God says to Cain. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, The sin is at your door. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, The desire of the sin is you. നീയോ അതിനെ കീഴടക്കണം. But you have to have എന്നാൽ victory over it. കായിന് പാപത്തെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. But Cain couldn't get victory over the പാപം sin. കായിനെ കീഴടക്കി. Sin got victory over it. ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനായി ദേശം വിട്ടോടേണ്ടി വന്നപ്പോൾ, And when he was cursed and had to run away from the അവന്റെ land, ഒരു വല്ലാത്തൊരു ഗതികേട് അവസ്ഥയിലേക്ക് വന്നു. and he had to be in a troubled പാപം situation. നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. Let sin not cover us. ആമേൻ. പ്രൈസ് ദി ലോർഡ്. റോമർ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. And when we come to Romans, we can see it നമുക്കറിയാം, talk about the ന്യായപ്രമാണം covenant. പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നതാണ്. And we can see that the law of the God will give us conscience. എന്നാൽ ഇന്ന് നാം ന്യായപ്രമാണത്തിലല്ല, കൃപയാൽ അത്രേ. But we are in the grace period now. ആമേൻ. നമ്മൾ കൃപയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് അധീനരാകിയാൽ, ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ പാപം നമ്മളിൽ ഇന്ന് കർത്തൃത്വം നടത്തുന്നില്ല. Because we are in the grace period, sin is not having victory over us. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവസാന വാക്യം നമുക്ക് ഇപ്രകാരം പറയുന്നു, പാറിയും വീണ്ടെടുപ്പുകാരനുമായ ദൈവം. The last verse it says, my rock and my redeemer. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇപ്രകാരം കരയുന്നു, പാപത്താൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയവനായിരുന്നു. And it says that I was moved away from the presence of God because I sinned. ശാപത്താൽ ഞാൻ തിരുസന്നിധിയിൽ നിന്ന് അകന്നു പോയവനായിരുന്നു. Because I was cursed, I have to go away from the എന്നാൽ presence of God. വീണ്ടെടുപ്പുകാരനായ ദൈവം But the God who redeemed നാശകരമായ അവസ്ഥയിൽ നിന്ന്, from the depths of my കുഴഞ്ഞ position, ചേറ്റിൽ നിന്ന്, even from the pits of the furnace. ആമേൻ. പ്രൈസ് ക്രിസ്തു എന്ന പാറമേൽ എന്നെയും നിങ്ങളെ നിർത്തി. And we have been standing on top of the എന്റെ വായിൽ Christ the സന്തോഷത്തിന്റെ ഒരു പാട്ട് തന്നു. Lord. And he gave me a song in my tongue. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം നമ്മൾ ഉണ്ടാകട്ടെ. We should have a personality where we worship ആമേൻ. God. പ്രൈസ് എന്റെ അവസാന വാക്യം 14ാമത്തെ വാക്യം വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. Let's just finish by saying the പെട്ടെന്നൊന്ന് last വായിക്കാം. verse. പെട്ടെന്നൊന്ന് വായിക്കാം. May the words of my mouth and the meditation of my heart
be pleasing in your sight, O Lord, my rock and my redeemer. ഒരു പുതിയ ഹൃദയം നമുക്ക് തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. And let's pray to God to give us a new heart. എല്ലാവരും കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. Let's just close our eyes. കർത്താവ് നമ്മോട് ചോദിക്കുന്നത്, God is asking us one thing. മകനെ, നിന്റെ ഹൃദയം തരുവാൻ നിനക്ക് മനസ്സുണ്ടോ? Are you willing to give me the heart? അവിടെ പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ്. You give me your heart. ആമേൻ. പ്രൈസ് ഇതാ ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു. I am standing at your door. ഹൃദയത്തിന്റെ വാതിൽക്കൽ നമ്മുടെ കർത്താവ് നിൽക്കുന്നു. I'm standing at the door of your heart. ആരെങ്കിലും ആ ദൈവശബ്ദം കേട്ട് If you are listening to my voice, ഹൃദയത്തിന്റെ വാതിൽ കർത്താവിനായി തുറന്നു കൊടുത്താൽ if you are opening your doors to God, അവൻ നമ്മോട് കൂടെ അത്താഴം കഴിക്കും. and he will dine with us tonight, നമ്മോട് കൂടെ വന്നവൻ സഹവാസം തുടരും. and he will come with us and stay with അവൻ us, നമ്മോട് കൂടെ കൂട്ടായ്മ ആചരിക്കും. and he will have fellowship with us. എത്ര നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. How mighty God that we ഒരിക്കൽ serve. കൂടി ആ 14 വാക്യം നമുക്ക് എല്ലാവർക്കും ആമേൻ ബൈബിൾ തുറന്ന് ഒന്ന് വായിക്കാം. Let's just open our Bibles and read the last verse. എല്ലാവരും ആ 19 അധ്യായം 14 വാക്യം ഒരുമിച്ച് ഒന്ന് വായിക്കാം. Verse 9. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിൽ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം അവൻ പ്രൈസ് ഈ ദിവസങ്ങളിൽ നമ്മളെ ആലോചന ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ളതാക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നയിപ്പാൻ ഈ വചനം നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. May the word of God that we heard today brings us closer to the presence of God and be pleasing in the sight of his name. Thank you.